السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا وشفيعنا محمد وعلى آله وأصحابه سيدنا ومولانا محمد. ഉളുഹിയത്ത് കർമ്മം ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്താണെന്ന് നമ്മൾ പലപ്പോഴായി മനസ്സിലാക്കിയതാണ്. ആ മഹത്തായ കർമ്മം നിർവഹിക്കപ്പെടുമ്പോൾ ധാരാളം കാര്യങ്ങൾ സുന്നത്തായി നമ്മെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അവകളെല്ലാം കൃത്യമായി നിർവഹിക്കപ്പെടുമ്പോഴാണ് ഉളുഹിയത്തിൻ്റെ പരിപൂർണമായ പ്രതിഫലം നമുക്ക് ലഭിക്കുക. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ അത് പ്രവർത്തനത്തിലൂടെ ആ സുന്നത്തുകളൊക്കെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹയിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസിൽ മഹദി അവർ പറയുന്നുണ്ട്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അമറ ബി കബിഷിൻ അഖറന, കൊമ്പുള്ള ഒരു കോലാടിനെ, കൊറ്റനാടിനെ അറുക്കാൻ വേണ്ടി ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിച്ചു. ആ ആടിൻ്റെ വിശേഷണങ്ങൾ അത് എത്രമാത്രം ഭംഗിയുള്ളതായിരുന്നു. യത്തഉഫി സവാദിൻ, അതിൻ്റെ കൈകാലുകൾ കറുപ്പ് നിറമായിരുന്നു. അതുപോലെ തന്നെ വയബറുഖു ഫി സവാദിൻ, അതിൻ്റെ വയറിൻ്റെ ഭാഗം, പള്ളയുടെ ഭാഗവും അതും കറുപ്പ് നിറമായിരുന്നു. വയത്തഉ ഫി സവാദിൻ വയന്നുർ ഫി സവാദിൻ, അതിൻ്റെ കണ്ണും അതിന് ചുറ്റുഭാഗവും അതും കറുപ്പ് നിറമായിരുന്നു. ഈ പറയപ്പെട്ട കൈകാലുകൾ, പള്ള, അതുപോലെ തന്നെ കണ്ണും ചുറ്റുഭാഗവും ഇവ കഴിച്ച് ബാക്കിയുള്ള എല്ലാ ഭാഗവും വെളുത്ത നിറവും ഈ പറയപ്പെട്ടവ കറുപ്പ് നിറവുമുള്ള നല്ല കാണാൻ ഭംഗിയുള്ള ഒരു കോലാടിനെ അറുക്കാൻ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിച്ചു. അങ്ങനെ ഉത്തിയ ബിഹി, ആ പറയപ്പെട്ട ആടിനെ കൊണ്ടുവരപ്പെട്ടു, ലിയുദ്ഹിയ ബിഹി, അതിന് ഉളുഹിയത്ത് അറുക്കാൻ വേണ്ടി. ഫഖാല ലഹ, അപ്പോൾ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ ആയിഷത്തു, ഓ ആയിഷ, ഹലിമിൽ മുദിയ, നീ കത്തിയെടുക്ക്. സുമ്മ ഖാല, എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, അഷ്ഹദീഹ ബി ഹജർ, അത് കല്ലിലിട്ട് നന്നായി ഉരച്ച് അതിന് നന്നായിട്ട് മൂർച്ച കൂട്ട്. ഫഫഅലത്ത്, അപ്രകാരം ആയിഷ റളിയല്ലാഹു തആല അൻഹ അത് ചെയ്തു. സുമ്മ അഖദഹ, പിന്നെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കത്തി വാങ്ങിയിട്ട് അഖദൽ കബശത്ത, ആടിനെ പിടിച്ചു. ഫഅൽജഅഹു, അതിനെ ചിരിച്ചു കിടത്തിയിട്ട് സുമ്മ ദബഹഹു, പിന്നീട് അതിനെ അറുത്തു. സുമ്മ ഖാല ബിസ്മില്ലാഹി അല്ലാഹുമ്മ തഖബ്ബൽ മിൻ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ വ മിൻ ഉമ്മത്തി മുഹമ്മദിൻ സുമ്മ ദഹാ ബിഹി. അങ്ങനെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുമ്മ തഖബ്ബൽ മിൻ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ വ മിൻ ഉമ്മത്തി മുഹമ്മദിൻ എന്ന് പ്രാർത്ഥന നടത്തിക്കൊണ്ട് ബിസ്മി ചൊല്ലിക്കൊണ്ടാണ് ആ മൃഗത്തെ അറുത്തത്. ഈ ഹദീസിൽ നിന്നും ധാരാളം സുന്നത്തുകൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഒരു മൃഗത്തെ അറുക്കുമ്പോൾ അത് ഉളുഹിയത്തിൻ്റെ മൃഗമാവട്ടെ അല്ലാത്ത മൃഗമാവട്ടെ, ഒരിക്കലും അതിനെ അറുക്കുമ്പോൾ അതിനെ മുന്നിൽ വെച്ചുകൊണ്ട് കത്തി മൂർച്ച കൂട്ടാൻ പാടില്ല. റസൂലുള്ളാഹി തങ്ങൾ അതിന് മുമ്പേ നീ കത്തി മൂർച്ചയാക്ക് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ അതിനെ വളരെയധികം വേദനിപ്പിക്കാതെ, പേടിപ്പെടുത്താതെ, പ്രയാസപ്പെടുത്താതെ ആയിരിക്കണം ഉളുഹിയത്ത് അറുക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകേണ്ടത്. അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ തന്നെയും അതിന് ആവശ്യമായ വെള്ളം വേണമെങ്കിൽ വെള്ളം കുടിക്കാൻ വേണ്ടി കൊടുക്കൽ പ്രത്യേകം സുന്നത്തുള്ളതായി മഹാന്മാർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അങ്ങനെ ആ മൃഗത്തെ അതിൻ്റെ ഇടത് ഭാഗത്താക്കി ഖിബിലയുടെ ഭാഗം, അതിൻ്റെ മുൻഭാഗം ഖിബിലയുടെ ഭാഗത്തേക്ക് വരുന്ന രൂപത്തിൽ ഇടത് ഭാഗത്തിൻ്റെ മേൽ ചിരിച്ച് കിടത്തിയിട്ട് ആ മൃഗത്തിൻ്റെയും അറുക്കുന്ന ആളുടെയും മുഖം ഖിബിലയിലേക്ക് ആകുന്ന രൂപത്തിലായിരിക്കണം എന്നെല്ലാം മഹാന്മാർ ഈ ഹദീസിൻ്റെ വ്യാഖ്യാനത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അങ്ങനെ അറുക്കുമ്പോൾ തന്നെ അതിനെ അറുക്കുന്നതിന് മുമ്പായി ബിസ്മി ചൊല്ലി 3 പ്രാവശ്യം തക്ബീർ ചൊല്ലി ബിസ്മി ചൊല്ലി അല്ലാഹുമ്മ ഹാദാ മിൻക വലക അല്ലാഹുമ്മ തഖബ്ബൽ മിന്നി എന്നുള്ള പ്രത്യേക പ്രാർത്ഥന നടത്തി അറവ് നടത്തിയതിന് ശേഷം വീണ്ടും 3 പ്രാവശ്യം തക്ബീർ ചൊല്ലി ഈ രൂപത്തിലൊക്കെയാണ് ഉളുഹിയത്ത് അറുക്കേണ്ടതെന്ന് ഈ ഹദീസിൻ്റെ വ്യാഖ്യാനത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ മൃഗങ്ങൾ അറുക്കുമ്പോൾ ഒരിക്കലും ഒരു കാരണവശാലും ഒരു മൃഗത്തെ അറുക്കുമ്പോൾ മറ്റു മൃഗങ്ങൾ കാണാൻ ഇടവരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനെ മറവെച്ചോ മറ്റോ അതിനെ മാറ്റി നിർത്തിക്കൊണ്ടായിരിക്കണം അറുക്കേണ്ടത്. ഒരു മൃഗത്തിൻ്റെ മുന്നിൽ വെച്ചുകൊണ്ട് മറ്റൊരു മൃഗത്തെ ഒരിക്കലും അറുക്കാൻ പാടില്ല. ഇതെല്ലാം പ്രത്യേകം നാം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ സുന്നത്തായ ഉളുഹിയത്താണെങ്കിൽ ആ ഉളുഹിയത്ത് അറുക്കപ്പെട്ട മൃഗത്തു നിന്നും അല്പം ഈ ഉളുഹിയത്ത് അറുക്കുന്ന വ്യക്തി ഭക്ഷിച്ചിട്ട് ബാക്കിയുള്ളവ അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർക്കും അയൽവാസികൾ മറ്റവർക്കെല്ലാം സദഖ ചെയ്യുക എന്നതും പ്രത്യേകം സുന്നത്താണ്. അതുപോലെ തന്നെ ധനികരന്മാരാകുന്ന ആളുകൾക്ക് ഹദിയായി നൽകലും സുന്നത്താണ്. ഒരിക്കലും ബലിമൃഗത്തിൻ്റെ മാംസമോ അതല്ലെങ്കിൽ അതിൻ്റെ തൊലിയോ മറ്റോ അറുക്കുന്ന ആളുകൾക്ക് കൂലി എന്ന നിലക്ക് കൊടുത്താൽ അതൊരിക്കലും സ്വഹീഹാവുകയില്ല. അതൊരിക്കലും ചെയ്യൽ ഇസ്ലാം നമുക്ക് അനുവദിച്ചു തന്നിട്ടുമില്ല. അറവുകാർക്കുള്ള കൂലി അത് കൂലിയായി തന്നെ കൊടുക്കണം. അത് ബലിമൃഗത്തിൻ്റെ തോലോ മറ്റോ കൊടുത്താൽ അത് വിടുകയില്ല. അതുപോലെ തന്നെ ഉളുഹിയ്യത്ത് എന്നുള്ളത് ഒരു ഇബാദത്തായതുകൊണ്ട് തന്നെ
ആ ഉളുഹിയത്തിൻ്റെ മാംസം അമുസ്ലിം സഹോദരങ്ങൾക്ക് നൽകൽ അനുവദനീയമല്ല. ഉളുഹിയത്തിൻ്റെ മാംസമല്ലാത്ത മറ്റു മാംസങ്ങൾ അവർക്ക് നൽകുന്നതിന് വിരോധവും ഇല്ല. ഇത്തരം കാര്യങ്ങളിൽ നാം പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് നാം ചെയ്യുന്ന അമലുകൾ പൂർണ്ണമായും നമുക്ക് പ്രതിഫലം ലഭിക്കുന്ന രൂപത്തിലായി തീരാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹു നമ്മുടെ എല്ലാ അമാലുകളും കുറ്റമറ്റ രീതിയിൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മിൽ നിന്നും ഖബൂലാക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.